പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവികാനീശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഒരു മകളുടെ അമ്മ മരിച്ചു. ഈ അമ്മയുടെ വീട് അല്ലെങ്കിൽ മകളെ കെട്ടിച്ച വീട്ടിൽ നിന്നും വളരെ ദൂരെയായിരുന്നു. മരണശേഷം എല്ലാ കർമ്മങ്ങൾക്കും പോയി എങ്കിലും അതിൻ്റെ മന്ത്ര വീടുന്ന 41-ാം ദിവസം വീട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ വെള്ളപ്പൊക്കം മൂലം സാധിച്ചില്ല. ഈ മകൾ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു, അച്ഛാ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന എൻ്റെ അമ്മയുടെ മരണത്തിൻ്റെ 41-ാം ദിവസം എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ദുഃഖം മാറുന്നില്ല. ഞാൻ ആ മകളോട് പറഞ്ഞു, മകളെ, ദൈവമായ കർത്താവിന് നിന്നെ അറിയാം. നിന്റെ ഹൃദയ ദുഃഖങ്ങൾ പറ്റാത്ത ആ കാര്യം നീ ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. കുമ്പസാരത്തിൽ നീ നിന്റെ വേദന പങ്കുവയ്ക്കുക. ഈശോ നിന്നെ സമാശ്വസിപ്പിക്കും. അതിന് പ്രകാരം അവൾ കുമ്പസാരിച്ചു. കുമ്പസാരത്തിൽ ഞാൻ അവൾക്ക് ദൈവത്തിൻ്റെ സ്നേഹം അത് പങ്കുവെച്ച് കൊടുക്കുകയും ചെയ്തു. ഒപ്പം ഞാൻ അവളോട് പറഞ്ഞു, ഇനി നീ അർപ്പിക്കാൻ പോകുന്ന ഈ ബലിയിൽ നീ നിന്റെ വേദന, നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ അമ്മയുടെ മരണത്തിൻ്റെ 41-ാം ദിവസം നിനക്ക് പോകാൻ പറ്റാതിരുന്നതിൻ്റെ കാരണം ഈശോയോട് തന്നെ പറയുക. ഈശോ നിന്നെ ആശ്വസിപ്പിക്കും. ഞാൻ നിനക്ക് ആശ്വാസവചനങ്ങൾ പറയുന്നതിനേക്കാളും അത് നിനക്ക് അനുഗ്രഹമായിരിക്കും. ഒപ്പം വിശുദ്ധ മോനിക്ക തൻ്റെ മകനായ അഗസ്റ്റിനോട് പറയുകയുണ്ടായി, നീ എന്നെ എവിടെ അടക്കിയാലും നീ അർപ്പിക്കുന്ന ബലിയിൽ എന്നെ അനുസ്മരിച്ചാൽ മതി, അതാണ് എനിക്ക് പ്രധാനമെന്ന്. ഇതുപോലെ തന്നെ ഞാൻ അവളോടും പറഞ്ഞു കൊടുത്തു. അവിടെ സ്നേഹമുള്ളവരെ, പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾക്ക് മരിച്ചവരുടെ എല്ലാ കർമ്മങ്ങളിലും പങ്കെടുക്കാൻ പ്രത്യേകിച്ച് കെട്ടിച്ചുവിട്ട പെൺമക്കൾക്ക് സാധിക്കുന്നില്ല എങ്കിലും അത് ദുഃഖിതരാകേണ്ട. കാരണം ഈശോ എവിടെയുമുണ്ട്. ഈശോ മരിച്ചവരുടെ അല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. അത് തന്നെയുമല്ല, ഈശോ മർത്താവോട് പറയുകയുണ്ടായല്ലോ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം തിരുവചനം. ഈശോ അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതെ, ഉറപ്പായിട്ടും നമ്മുടെ ജീവിച്ചിരിക്കുന്നവരുടെ കടമയാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ നമ്മുടെ ദൂരമോ സ്ഥലമോ ഒന്നുമല്ല, മരിച്ചടക്കിയ സ്ഥലം അതൊന്നുമല്ല. മറിച്ച് ഓരോ കുർബാനയിലും ഈ മരിച്ചവരുടെ സാന്നിധ്യമുണ്ടെന്നും ആ സാന്നിധ്യം നമുക്ക് അനുഗ്രഹമാകും നമ്മൾ ഹൃദയത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും ഉത്തരമായി. നിയമം മനുഷ്യന് വേണ്ടിയിട്ടാണ്, മനുഷ്യ നിയമത്തിന് വേണ്ടിയിട്ടല്ല. ഈ ഒരു ചൈതന്യം നമ്മളെ സന്തോഷത്തിലാക്കട്ടെ. പ്രത്യേകിച്ച് ഈ മകൾക്ക് ദീപികാന ഈശോ ആശ്വാസം കൊടുത്തതുപോലെ നമ്മളെ നമ്മുടെ ജീവിതത്തിന്റെ വിഷമാവസ്ഥയിൽ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.